ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 17 ധ്രുവചരിതം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ വൃത്തം വസന്തതിലകം. ഭാഗവതം 4-ാം സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം മുതൽക്കുള്ള 5 അധ്യായങ്ങളിലായിട്ട് സവിസ്തരം വർണ്ണിക്കപ്പെട്ടിട്ടുള്ള സുപ്രസിദ്ധമായ ധ്രുവചരിതമാണ് ഈ 17-ാമത്തെ ദശകത്തിൻ്റെ വിഷയം. 1-ാമത്തെ ശ്ലോകം. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിധരാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃദാസ ത്വമേവ നിത്യമഗതി ശരണം ഗതാബോധ്. ഉത്താനപാദ നൃപതേഃ മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിഃ നിധരാം അഭീഷ്ട അന്യാ സുനീതിഃ ഇതി ഭർത്തുഃ അനാദൃതാ സ ത്വാം ഏവ നിത്യം അഗതിഃ ശരണം ഗതാ അഭൂത്. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിധരാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃദാ സ ത്വമേവ നിത്യമഗതി ശരണം ഗതാബോധ്. മനുനന്ദനസ്യ ഉത്താനപാദ നൃപതേഃ. സ്വയംഭൂ മനുവിൻ്റെ പുത്രനായ ഉത്താനപാദൻ എന്ന രാജാവിന് സുരുചിഃ, സുരുചി എന്ന ജായ ഭാര്യ, നിധരാം ഏറ്റവും അഭീഷ്ട ബഭൂവ ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിട്ട് തീർന്നു. സുനീതിഃ ഇതി അന്യാ ഭർത്തുഃ. സുനീതി എന്ന മറ്റവൾ, അതായത് മറ്റേ ഭാര്യ, അനാദൃത ബഭൂവ ഭർത്താവിനെ ഇഷ്ടപ്പെടാത്തവളായിട്ടും ഭവിച്ചു. അഗതി സ നിത്യം ത്വാം മറ്റു ഗതിയൊന്നുമില്ലാതായ അവൾ, അതായത് സുനീതി, എന്നും അങ്ങയെ തന്നെ ഏവ ശരണം ഗതാ അഭൂത് അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചവളായിട്ട് തീർന്നു. സ്വയംഭനുവിൻ്റെ പുത്രനായ ഉത്താനപാദൻ എന്ന രാജാവിന് സുരുചി എന്ന ഭാര്യ ഏറ്റവും ഇഷ്ടപ്പെട്ടവളായി തീർന്നു. സുനീതി എന്ന മറ്റവൾ, അതായത് മറ്റേ ഭാര്യ, ഭർത്താവിന് ഇഷ്ടപ്പെടാത്തവളായും ഭവിച്ചു. മറ്റു ഗതിയൊന്നുമില്ലാതായ അവൾ എന്നും അങ്ങേ തന്നെ ശരണം പ്രാപിച്ചവളായി തീർന്നു. ഇവിടെ നിത്യം എന്ന പദത്തെ ത്വാം എന്നതിൻ്റെ വിശേഷണമായിട്ടും എടുക്കാം. അതായത് അപ്പം നിത്യനായ, കാലദേശാവധിഭ്യാം നിർമുക്തനായ അങ്ങയെ എന്നർത്ഥം. നിത്യം ശരണം എന്നിങ്ങനെയും ആകാം. ഒരു നിലയിലും മാറ്റം വരാത്ത ശരണാണല്ലോ ഭഗവാൻ. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിധരാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃദാ സ ത്വമേവ നിത്യമഗതി ശരണം ഗതാബോധ്. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിധരാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃദാ സ ത്വമേവ നിത്യമഗതി ശരണം ഗതാബോധ്. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിധരാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃദാ സ ത്വമേവ നിത്യമഗതി ശരണം ഗതാബോധ്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.